നാടിന് ഇരുണ്ട കാലം മാറ്റി കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3035 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യ രംഗത്ത് ചിറ്റൂരിൽ ഉണ്ടായിരുന്ന പിന്നോക്കാവസ്ഥ മാറ്റി. ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പിന്നോക്കാവസ്ഥ മാറ്റി. ഈ നാട്ടിൽ ആരോഗ്യ രംഗത്തുണ്ടായ പിന്നോക്കാവസ്ഥ മാറ്റി. ഈ നാടിന്റെ കാർഷിക രംഗത്തിന് വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കിയെടുത്തു. ഇവിടുത്തെ ജലസേചന സാഹചര്യങ്ങൾ താറുമാറായി കിടന്നിരുന്ന അവസ്ഥയിൽ നിന്നും മാറ്റി ജലസേചന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി. സമസ്ത മേഖലകളിലും സമാനതകളില്ലാത്ത വികസനം കണ്ട കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലാകമാനം അതുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുവട പിടിച്ചുകൊണ്ട് കേരളത്തിലെ തന്നെ എടുത്തു പറയാവുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഒന്നായി ചിറ്റൂരിന്റെ വികസന ഭൂപടത്തിൽ ചിറ്റൂരിനെ രേഖപ്പെടുത്താൻ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച കൃഷ്ണൻകുട്ടിയേട്ടൻ അദ്ദേഹം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പാത തുടർന്നുകൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള നിയോഗം ഏൽപ്പിക്കുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമായി തന്നെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറായിട്ടാണ്. അതൊരു ഉത്തരവാദിത്തമായി തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ജനപ്രതിനിധി ആരാവണമെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കാലങ്ങളിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾക്ക് ഉപദേശം തരുന്ന ഒരാളാണ്. ജനങ്ങളാണ് യജമാനൻ. ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്, ജോലിക്കാരനാണ്, സേവകനാണ് എന്ന ആ ഓർമ്മപ്പെടുത്തൽ, ആ പഠിപ്പിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് ഇത്രയും നാൾ കഴിഞ്ഞ 35 വർഷമായി ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്നത്. അതിനിടയിൽ 10-15 വർഷക്കാലം ജനപ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരവും എനിക്കുണ്ടായി. ലഭിച്ച അവസരങ്ങളിലൊക്കെ തന്നെ ഈ നാടിന്റെ നന്മയ്ക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്കനുസൃതമായി കൃഷ്ണൻകുട്ടിയേട്ടന്റെ ഉപദേശത്തിന് വിധേയമായി പ്രവർത്തിക്കാൻ വലിയ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ആരുടെ പ്രയാസങ്ങൾ കണ്ടാലും ആ പ്രയാസങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ശ്രമം പരമാവധി നടത്താൻ ഞാൻ ഈ കാലയളവിൽ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊന്നേ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃഷ്ണൻകുട്ടിയേട്ടനും നൽകിയ ഉപദേശമുണ്ട്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ സാധാരണക്കാരായ ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാധാരണക്കാരനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഉപദേശം. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്, രാഷ്ട്രീയ അറിവ് നേടിയത്. അതുകൊണ്ട് തന്നെ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് ജനവിധി തേടി വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്, നിങ്ങളുടെ സഹോദരനായി, നിങ്ങളുടെ സുഹൃത്തായി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി വേദനിക്കുന്നവന് വേദന അവന്റെ കണ്ണീരൊപ്പാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന ഒരു ഉറപ്പാണ് എനിക്ക് തരാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങൾ, ഇന്ന് ലഭ്യമായ അനുഭവങ്ങൾ, ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണ, അതൊക്കെ ഈ പ്രവർത്തനം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ മനസ്സിലാക്കാൻ അതൊക്കെയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാന്യരെ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ